ഒരു ബ്രേക്ക് ത്രൂ എന്ന് വേണമെങ്കിൽ പറയാം ഗദ്ദാമേലെ പാട്ടുകളായിരുന്നു. കമൽ സാറിൻ്റെ ഒന്നാമത് ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് ബാനർ ആൻഡ് ആ പടത്തിന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഫിലിമാണ്. ആൻഡ് ഇറ്റ് ഈസ് ആർട്ടിസ്റ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ്. കമൽ സാറിന് അറിയാലോ, കമൽ സാറിൻ്റെ പാടത്തിലൊക്കെ നല്ല നല്ല പാട്ടുകളായിരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നത് ചെയ്യുമ്പോൾ. നാട്ടുവഴിയോരത്തെ സോങ് ചിത്ര ചേച്ചി പാടിയ ചിത്ര ചേച്ചി വിജയ് യേശുദാസ്, അതാണ് ആദ്യം കമൽ സാർ. എന്ത് രസമുള്ള പാട്ടാണ്. അതെ അതെ, അതാണ് ആദ്യം ട്യൂൺ ചെയ്യുന്നത്. ഞാനും വീത്രാക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത്. അപ്പം ഈ ട്യൂൺ ഗിറ്റാറിൽ വായിച്ചപ്പം വീത്രാക്ക് ഈസ് ആൻ അമേസിങ് സിംഗർ, ഒരു രക്ഷയില്ലാത്ത. അപ്പം ഇത് വായിച്ച് പുല്ല് പോലെ പാടി. ബനർജി നമുക്കിത് ഉറപ്പിക്കാം, ഇല്ല കമൽ സാറിന് കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഇത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ട്രാക്ക് പാടാനൊക്കെ ഓരോരുത്തരെ ആദ്യം ട്രൈ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാടുന്ന പ്രശ്നം ഇതില്ല. ശരിക്കും ക്ലാസിക്കലി ട്രെയിൻഡ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഒരു ഈ റൂട്ടല്ലേ, അപ്പോൾ അത് ക്ലാസിക്കലി ട്രെയിൻഡ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതല്ല. എന്നിട്ട് പിന്നെ ട്രാക്ക് പാടിയത് നിഷാദിൻ്റെ സിസ്റ്റർ ഇല്ലേ, ആണ് ട്രാക്ക് പാടി. ആതിര നല്ല സിംഗറാണ്. അങ്ങനെ അതൊന്ന് പാടി നോക്കാം. ഓ യെസ്, തീർച്ചയായിട്ടും. ഭയങ്കര മലയാള തനിമ നിറഞ്ഞൊരു പാട്ടാണ് ശരിക്കും. ഇപ്പം എന്തായാലും വെൻചേട്ടൻ്റെ ഇനിയും കുറേ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. വെൻചേട്ടൻ്റെ പാട്ടിനെ കുറിച്ചൊക്കെ ഇനി സംസാരിക്കണം. പക്ഷേ വി ഹാവ് ടൈം ഫോർ വൺ സോങ്, ജസ്റ്റ് ജാം ഓൺ എൻ ഓൾഡ് ക്ലാസിക്. വിമർശനങ്ങൾ ഉണ്ടാവും. അത് ഒരു കലാകാരനോ കലാകാരിയോ ആയാൽ തീർച്ചയായിട്ടും നമുക്ക് വിമർശനങ്ങൾ സഹിക്കാന്നുള്ളത് നമ്മുടെ ഒരു ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്ന പോലെ. ക്ലാസിക്സ് ക്ലാസിക്സ് എനിക്കാണ് ബാബുഖാന്റെ
ഒരു എന്താ പറയുക നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. ഇറ്റ്സ് എ വെരി ക്യൂട്ട് സോങ്. ബാബുക്കാന്റെ കദളി വാഴ എന്നുള്ള പാട്ട് വെച്ച് നമുക്ക് ബെനറ്റ് ആൻഡ് ദ ബാൻഡ് അല്ലെങ്കിൽ ബെനറ്റ് ആൻഡ് ദിസ് ബാൻഡ് വെച്ച് നമുക്ക് അങ്ങനെ പേരിലൊന്നും ഒരു ഇതില്ല. ഞാൻ ഇത് ആ ബെനറ്റ് ആൻഡ് ദി ബാൻഡ് എന്നുള്ള പേരിൽ പോകുന്നത് ഈ അറേഞ്ച്മെന്റ് ആരാ ചെയ്യുന്നതെന്നുള്ളൊരു നമ്മൾ ഈ ഇതിപ്പോൾ ഒരു കദളിവാഴ എടുക്കുകയാണെങ്കിൽ നമ്മളത് എന്തെങ്കിലും ഒരു ജോണറിലേക്ക് അഡാപ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു അതിൽ ഒരാൾ വേണമല്ലോ അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ട്. ഈ അറേഞ്ച്മെന്റിന് ശരിക്കും ഒരു ശരിക്കൊരു വാല്യൂ കിട്ടുന്നില്ല പലപ്പോഴും. മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ട്യൂൺ ചെയ്തത് ആരാ അവർക്ക് മാത്രമേ ശരിക്കും ഇതിന് പിന്നിൽ ഒരുപാട് ഈ പ്രോഗ്രാമേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മിക്കപ്പോഴും ട്യൂൺ ചെയ്തിട്ട് മ്യൂസിക് ഡയറക്ടർ പോവുകയാണ് പ്രോഗ്രാമർ ഏൽപ്പിച്ചിട്ട്. പിന്നെ ഈ പ്രോഗ്രാമറാണ് അതിനെ ഒരു കളർഫുൾ ഒരു സോങ് ആക്കുന്നത് ഒരു മൂഡിനനുസരിച്ച്. അപ്പം അങ്ങനെയുള്ള ഞാൻ അങ്ങനെ എല്ലാം പറയല്ലോ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. ഞാനൊരു ഇൻസ്ട്രുമെന്റലിസ്റ്റും കൂടി ആയതുകൊണ്ട് ഞാൻ പറയണത്. അപ്പോൾ ഒരു നമുക്ക് അങ്ങനെ ഒരു റോക്ക് ആൻഡ് റോൾ ജാം ചെയ്യാം. കദളിവാഴ കയ്യിലിരുന്ന്